ഉണ്ടായിരുന്നു? നന്നായിട്ട് ചെത്തായിട്ട് പറഞ്ഞ പോലെ ചെത്തായിട്ട്. ഇത് ക്യാമറമാൻ അൻസാർ ഷാ. എനിവേ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. നമ്മൾ വിചാരിച്ച രീതിയിലൊക്കെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ ഗംഭീരമായിരുന്നു റെസ്പോൺസും തോന്നുന്നു. എനിവേസ് നമ്മൾ കുറേ നാളത്തെ അധ്വാനമാണ്, കുറേ നാൾ കാത്തിരിപ്പാണ്. പുതിയ ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. 119 നമ്മൾ ആകെ 5 ഫിലിം എക്സ്പീരിയൻസ് ഉള്ള ആൾ. he, me and 2 other guys. Actually it was my second film. ഇഷ്ക്. ശരിക്കും ഇഷ്ക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആൻസർ ചെയ്ത പടമാണത്. പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേര് മാത്രമാണ് സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരും ഫ്രഷേഴ്സാണ്. എല്ലാവരും അടിപൊളി കൂടെ നമുക്ക് ആൾ തിയേറ്ററിൽ കാണട്ടെ, അത്ര മാത്രമേ ഉള്ളൂ പറയാനായിട്ട്. ഓക്കെ, അടിപൊളി പടം അല്ലേ? എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. മഴയായാലും എന്തായാലും ഇത് തിയേറ്ററിൽ കാണേണ്ട പടമാണ്. നിങ്ങൾ കണ്ടല്ലേ? നല്ല ബ്യൂട്ടിഫുൾ എക്സിക്യൂഷനാണ്. കുറേ പുതിയ ആൾക്കാരെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നൊരു വരവറിയിച്ചിരിക്കുന്ന ഒരു സിനിമയായിരിക്കും. എല്ലാം തിയേറ്ററിൽ ഒന്ന് കാണുക. ക്ലൈമാക്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. ബ്യൂട്ടിഫുൾ ക്രിയേഷനാണ്, കാണുക. താങ്ക് യു. സിനിമ കണ്ടപ്പം ആ ഓർമ്മകളൊക്കെ അതാണ് മെയിനായിട്ട്. ആ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നപ്പോഴാണ് കുറേ കൂടി ഇമോഷണൽ ആയത്. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളത്? Most of the youngsters and the people who are born in 80s, എല്ലാവർക്കും ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. ഇറ്റ്സ് എ വെരി എൻജോയബിൾ. പിന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ഡാൻസ് ബേസ് മൂവി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എസ്പെഷ്യലി ഫോക്കസിങ് ഓൺ മൈക്കിൾ ജാക്സൺ. സോ എല്ലാവരും പ്ലീസ് പോയി കാണുക. സപ്പോർട്ട് ദ ന്യൂ ബഞ്ച് ഓഫ് പീപ്പിൾ ഹു ആർ ട്രൈങ് ടു മേക്ക് in this industry. Thank you so much. എല്ലാവരും കാണണം. പുതിയ ആൾക്കാരാണ്, വളരെ കഷ്ടപ്പെട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ശരിക്കും തിരുവനന്തപുരംകാരനാണ്. ഫസ്റ്റ് പടമാണ്. അല്ല, അത് ഞാനിതിന് 18ാം പഠിക്കുന്ന പടത്തിൽ ഒരു റോള് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇതിലേക്ക് വന്നത്. പക്ഷേ ഇതിൽ നമുക്കിങ്ങനെ 3 മാസത്തെ ആക്ടിങ് വർക്ക്ഷോപ്പും പിന്നെ ട്രെയിനിങ് അതൊക്കെ ഉണ്ടായിരുന്നു. സുനിത ചേച്ചിയാണ് ആദ്യം ആക്ടിങ് വർക്ക്ഷോപ്പൊക്കെ എടുത്തത്. അപ്പോൾ അതിനുശേഷമാണ് പടത്തിലേക്ക് വന്നത്. ആക്ടിങ്, ഡാൻസ് വർക്ക്ഷോപ്പ് എല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇതിലേക്ക് കയറിയത്. ഭയങ്കര സന്തോഷമുണ്ട്. അല്ലല്ല, അങ്ങനെ വന്നതാണ്. ഇതിൽ വന്നിട്ട് ഡാൻസ് കളിക്കുമായിരുന്നു. പക്ഷേ ഇതിൽ വന്നിട്ടാണ് ഈ സ്റ്റൈലൊക്കെ പഠിച്ചത്, ഈ ഇങ്ങനെ കളിക്കാനൊക്കെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു. പൊളിയാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് എല്ലാം കൂടെ തീയാണ്. പ്രേക്ഷകർ കാണാനുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാണുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജിജോ സാർ പറഞ്ഞതുപോലെ ചീള് പിള്ളേരുടെ നെരുപ്പ്. പടം നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫീലിംഗ്? കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ചിലപ്പോൾ അറിയില്ല, അവരെങ്ങനെ ഓരോ ടേസ്റ്റ് അല്ലേ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്തായാലും ഓൾമോസ്റ്റ് ഡാൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഡാൻസ് ചെയ്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അതാണ്. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. സിനിമാറ്റിക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷമാണ് മൈക്കിളിലേക്ക് കടന്നത്. ഇത് ചെയ്ത് മൈക്കിളിലേക്ക് കടന്നിട്ട് മൈക്കിൽ കിടന്ന് പയ്യൻ എന്നോട് പറഞ്ഞു മുഖത്ത് മൈക്ക് ക്ലാസ്സിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ആരാണ് മൈക്ക് ക്ലാസ് അറിയില്ല. അപ്പോൾ അതിനുശേഷം ഞാനത് നമ്മൾ ഇങ്ങനെ ടി വിയിലൊക്കെ കണ്ടാണ്, CD ഒക്കെ ഇട്ടിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ച്. അങ്ങനെയാണ് ഈ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയത്. ഓഡിഷൻ ഉണ്ടായിരുന്നോ അതോ എൻ്റെ ഷോ കണ്ടിട്ടാണ് നേരിട്ട് പ്രൊഫഷണൽ മൈക്കിൾ ജാക്സൺ മാത്രം ചെയ്യുന്നത്. ഇപ്പോൾ ജോലി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. ഷോപ്പിലാണ്, വാച്ച് ഷോപ്പിലാണ്. ഞാൻ എവിടെ കണ്ടിട്ടുണ്ടാവും. ചാലക്കുടിയിലാണ്, വാച്ച് ഷോപ്പിലാണ്. ഇങ്ങനെ പോകണം. ഹാപ്പി. എല്ലാവരും സിനിമ കാണും, സപ്പോർട്ട് ചെയ്യണം. നല്ല മൂവിയാണ്. ഞാൻ അതിൻ്റെ വേറൊരു പാട്ടാണ്.
സിനിമ കഥ കൊണ്ടുവന്ന് മുൻവാക്കസിനും ഫുള്ളായിട്ടാണ് പോകുന്നത്. അതിൽ വരുന്ന കോൺട്രാക്ട്സിലാണ് ഞാൻ വരുന്നത്. സോ എൻ്റെ പോർഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതേപോലെ അവരുടെ പോർഷൻസ് അവർ കിഡിലിനായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ഷൻ ആവട്ടെ, സൗണ്ട് ആവട്ടെ, മൂവിയുടെ എൻ്റയർ പോർഷൻസ് എല്ലാം, ക്യാരക്ടേഴ്സിൻ്റെ സെലക്ഷൻ ആവട്ടെ, എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ്. നിങ്ങൾ കണ്ടിട്ട് പറയാം. എനിക്ക് എല്ലാവർക്കും സിനിമ ഒത്തിരി ഇഷ്ടമായി. ക്ലൈമാക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും ഇപ്പം തന്നെ വന്ന് കാണേണ്ടതാണ്. ഭയങ്കര വേറൊരു ഇമോഷനായിരുന്നു. എന്ത് പറയണമെന്നാണ് ഇവിടെ ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചിലാണ്, സന്തോഷമാണ്, എന്താണ് പറയുന്നത്, ആനന്ദ കണ്ണീർ എല്ലാവർക്കും നന്നായി എല്ലാവരും കണ്ടിട്ടുണ്ട്. നിങ്ങൾ എക്സ്പീരിയൻസ് ഇപ്പോഴും കണ്ണീർ വരുന്നുണ്ട്. അതുകൊണ്ടാണ് സിനിമ കണ്ടിട്ടാണ്.